+1 ഫിസിക്സിലെ പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡൈമെൻഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിലെന്താണ് ഒരു ഇക്വേഷൻ ഡൈമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഒരു ഇക്വേഷൻ തന്നിട്ട് ഏതെങ്കിലും ടേംസിന്റെ ഒക്കെ ഡൈമെൻഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റൻ ആണ്, അല്ലെങ്കിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം യൂസിംഗ് ഡൈമെൻഷൻ. അതായത് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കണം. അത് ഡൈമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചിട്ട് ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഒരു കമ്പാരിസൺ നടത്തുവാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഓസിലേഷൻ ചാപ്റ്ററിൽ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതാണ് അല്ലേ, അതായത് ഓസിലേഷൻ മെത്തേഡിലാണ്. ഇവിടെ നമ്മൾ ഡൈമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചിട്ട് ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ. അപ്പൊ നിങ്ങൾക്ക് മാറിപ്പോയല്ലോട്ട്. അപ്പൊ ക്വസ്റ്റനിൽ പ്രത്യേകം ശ്രദ്ധിച്ചോണം, യൂസിങ് ഡൈമെൻഷൻസ് എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഡൈമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ. അതൊരു ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. പഠിച്ചു വെച്ചോളുക. സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ഞാനിവിടെ ലാസ്റ്റ് കൊടുത്തേക്കാം. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക കേട്ടോ.